നോർത്ത് പറവൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി, പറവൂർ ടൗൺ മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പറവൂർ നഗരസഭയിലേക്ക് തിരഞ്ഞെടുത്ത കൗൺസിലർമാർക്ക് സ്വീകരണവും പറവൂരിന്റെ സമഗ്ര വികസനം സാധ്യമാക്കുന്ന വികസന രേഖ സമർപ്പണവും നടത്തി. പ്രസിഡന്റ് KT ജോണി അധ്യക്ഷനായി. വ്യാപാരികൾക്കെതിരായി ഗവൺമെന്റ് പല പരിപാടികളും നടത്താറുണ്ട്. അതിൽ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചെറിയ കാര്യം മാത്രം ഞാൻ പറയാം. പ്ലാസ്റ്റിക് നിരോധനം ഒത്തിരി കാലമായിട്ട്, വളരെ വർഷങ്ങളായിട്ട് ഇവിടെ നടപ്പാക്കിയിരിക്കണം. ഇവിടെ കഴിഞ്ഞ, എനിക്ക് തോന്നുന്നത് പ്രഭാതി ടീച്ചറുടെ ചെയർപേഴ്സണായിട്ടിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു, ഒരു വാസുകി IAS എന്ന് പറഞ്ഞ ആൾ ഞങ്ങളെല്ലാം വിളിച്ചിട്ട് പ്ലാസ്റ്റിക് നിരോധനത്തെ പറ്റി സംസാരിച്ചു. അന്ന് ഞാൻ ചോദിച്ച ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എൻ്റെ സംസാരിക്കുന്ന സമയം വരുമ്പോൾ ഇത് പ്രൊഡക്റ്റ് ചെയ്യാൻ പ്രൊഡക്ഷൻ അവസാനിപ്പിച്ചുകൂടെ? ഇപ്പം ഇവരെന്താ ചെയ്യുക? പ്ലാസ്റ്റിക് കവറുകൾ പ്രൊഡക്റ്റ് ചെയ്യും, അതിനവിടെ ഒരു ടാക്സ് മേടിക്കും. അത് കഴിഞ്ഞ് കച്ചവടക്കാർക്ക് വരും, കച്ചവടക്കാരൻ വെക്കും, അതിന് GST മേടിക്കും. അത് കഴിഞ്ഞ് കച്ചവടക്കാരൻ്റെ കടയിൽ റെയ്ഡ് ചെയ്ത് പിടിച്ച് അതിന് ഫൈനും മേടിക്കും. അപ്പോൾ ഇത് ഒഴിവാക്കിയിട്ട് പ്രൊഡക്ഷൻ അവസാനിപ്പിച്ചാൽ ഇതെല്ലാവർക്കും നല്ലതല്ലേ എന്നാണ് എനിക്ക് ഇപ്പോഴും ചോദിക്കാനുള്ളത്. ജനറൽ സെക്രട്ടറി PB പ്രമോദ് വികസന രേഖ അവതരിപ്പിച്ചു. ഭരണ സംവിധാനങ്ങളുമായി, മുനിസിപ്പൽ ഭരണ സംവിധാനങ്ങളുമായി നിരന്തരമായി ഇടപെടുന്ന സമയങ്ങളിൽ വ്യാപാരികൾ നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോഴും പലപ്പോഴും ഈ കൗൺസിലർമാരൊക്കെ തന്നെ, ചെയർമാനൊക്കെ തന്നെ നിസ്സഹായരായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. ചില നിയമത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. ആ നിയമങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രായോഗിക ബുദ്ധിയിൽ തോന്നുന്ന, പരസ്പരം സഹവർത്തിത്തോടെ പോകാൻ കഴിയുന്ന ഒരു ചെറുകിട വ്യാപാരിയുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ചില മാർഗങ്ങൾ അന്വേഷിച്ചുകൂടെ എന്നുള്ളതാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. പ്രസിഡന്റ് KT ജോണി വികസന രേഖ നഗരസഭാ ചെയർമാന് കൈമാറി. നഗരസഭാ ചെയർമാൻ രമേശ് D കുറുപ്പ് മറുപടി പ്രസംഗം നടത്തി. നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നേ ചെയ്യാൻ പറ്റൂ. പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറഞ്ഞിരുന്നു. ഡിയാൻഡോ ലൈസൻസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ K-സ്മാർട്ടാണ് വന്നിരിക്കുന്നത്. പുതിയ K-സ്മാർട്ടിൻ്റെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏകദേശം 8-9 മാസം, ഒരു കൊല്ലമായി K-സ്മാർട്ട് വന്നിട്ട്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഭയങ്കര പ്രശ്നങ്ങളാണ്, ഭയങ്കര കാര്യങ്ങളൊക്കെ. അത് എന്തായാലും ഓൺലൈനാകുമ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിന് ഒരു ഹെൽപ്പ് ഡെസ്ക്, അത് ഉടൻ തന്നെ ഫെബ്രുവരി മാസത്തിൽ കുറച്ച് ദിവസത്തേക്ക്, ഒരു ചുരുങ്ങിയ ദിവസത്തേക്ക് നമ്മളിപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ഇരുന്നിട്ട് ഇവർ വ്യാപാരി വ്യവസായിയുമായി ഇവിടുത്തെ ആൾക്കാരെ ആലോചിച്ചിട്ട് എങ്ങനെ വേണം എന്നുള്ളത്, ചിലപ്പോൾ അതൊന്ന് ആലോചിച്ചിട്ട് ഹെൽപ്പ് ഡെസ്ക് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. ഞങ്ങളത് എന്തായാലും. കൗൺസിലർമാരെ പൊന്നാടയിട്ട് ആദരിക്കുകയുണ്ടായി. ശ്രീ സജി ശ്രീമതി അടുത്തതായി ശ്രീ PS ശ്രീമതി നസ്രിയ ബാലൻ, ശ്രീമതി ബീന ശശിധരൻ, ഗീത ബാബു. അടുത്തത് ശ്രീ ടെന്നി തോമസ്. അടുത്തത് ശ്രീ വിഷ്ണു MP, ശ്രീ BV സുകുമാരൻ, ശ്രീ ശിവി രജി. അടുത്തത് ആസാമുരളി. അടുത്തത്
ശ്രീമതി ശ്രീമതി ലിജി ലൈക്കോസ്, ശ്രീമതി ആശ ദേവദാസ്. അടുത്തത് ശ്രീമതി ചിത്ര കുട്ടൻ. കൗൺസിലർമാരായ ജോബി പഞ്ഞിക്കാരൻ, CA രാജീവ്, നന്ദിനി രമേശ്, PTMWS പ്രസിഡന്റ് TV ജോഷി, ജനറൽ സെക്രട്ടറി അൻവർ സാദിഖ് എന്നിവർ സംസാരിച്ചു. VP അനൂപ്, അനന്തപ്രഭു, ശാന്തമ്മ, PR മനോജ്, ഇബ്രാഹിംകുട്ടി മൂപ്പൻ എന്നിവർ പങ്കെടുത്തു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.